നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. ഇന്ന് മാർച്ച് 17, 2026 ഞങ്ങളുടെ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, ആൻ ഓട്ടോണോമസ് ആൻഡ് ഇൻ്റർനാഷണൽ പ്രസ്റ്റീജ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നീണ്ട 26 വർഷത്തെ ഗവേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മനുഷ്യരുടെ തൈറോയിഡ് പ്രശ്നം. ഈ ഹൈപ്പോതൈറോയിഡ് നമ്മുടെ കേരളത്തിൽ 50 ലക്ഷത്തിലേറെ പേര്, അതിൽ സ്ത്രീകളാണ് 70% കൂടുതൽ. അവർ തൈറോയിഡ് പ്രശ്നങ്ങളാൽ ഗുരുതരമായി വലഞ്ഞിരിക്കുകയാണ്. തൈറോയിഡ് രോഗം ലോകത്തെ 250 കോടിയിലേറെ മനുഷ്യരെ വലപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ 45 കോടിയിലേറെ മനുഷ്യർ തൈറോയിഡ് പ്രശ്നങ്ങളാൽ ഏതെങ്കിലും തരത്തിലുള്ള ഹൈപ്പോതൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ്, തൈറോയിഡ് ക്യാൻസർ തുടങ്ങി ഗോയിറ്റർ അടക്കം ഏതെങ്കിലും തരത്തിലുള്ള തൈറോയിഡ് ഗ്രന്ഥി, ഈ കഴുത്തിന് നടുവിലുള്ള പൂമ്പാറ്റ പോലുള്ള ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ വിവരിക്കാനാവാത്ത ഗുരുതര പ്രശ്നമാണ്. അതിലേറ്റവും പ്രശ്നം തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഇത് മാനസിക നില തെറ്റിക്കുകയും ഒരു മനുഷ്യനെ മനോരോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഗർഭിണി അഥവാ ഗർഭം ധരിക്കാതിരിക്കാത്തതിൻ്റെ പ്രധാന 45% കാരണം ഈ തൈറോയിഡ് ഗ്രന്ഥിയിലെ പ്രശ്നമാണ്. ഇതിന് അലോപ്പതിയിൽ തൈറോക്സിൻ എന്ന് പറയുന്ന നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ടാബ്ലറ്റും ചില പ്രത്യേക ശസ്ത്രക്രിയകളും തൈറോയിഡ് നീക്കം ചെയ്യലുമൊക്കെയാണ് അലോപ്പതിയുടെ വഴികൾ. പക്ഷേ ഞങ്ങൾ ഓർത്തോ മോളിക്കുലർ മെഡിസിനിൽ ഇതിൻ്റെ മൂല കാരണം ഞങ്ങൾ നീണ്ട 26 കൊല്ലത്തെ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇന്ന് ലോകത്തിനോട് ഞങ്ങൾ അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം ചികിത്സയല്ല നൽകുകയാണ്. ലീഗൽ വാണിംഗ്. ചികിത്സയ്ക്ക് നിങ്ങൾ വിദഗ്ധ ഡോക്ടർമാരെ സമീപിക്കാം. ഒരു ഗവേഷകർ എന്നുള്ള നിലയിൽ ഈ തൈറോയിഡ് രോഗികളിൽ വിറ്റാമിൻ A അഥവാ റെറ്റിനോൾ, ഇത് ജീവകങ്ങളിൽ പ്രധാനമാണ്, അപകടകരമായി കുറവായിരിക്കും. ഇത് ഇലക്കറികളിൽ, പച്ചക്കറികളിൽ, പച്ച ഇലക്കറികളിൽ ധാരാളം കാണപ്പെടുന്നു. 2, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കുറവെന്ന് തൈറോയിഡ് രോഗികളിൽ വൈറ്റമിൻ D2, D3. ഇത് തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ അപകടകരമായ വിധം കുറവായിരിക്കും. D2 മഷ്റൂമിലും, D3 95% സൂര്യപ്രകാശത്തിലും, 5% കടൽ മത്സ്യത്തിലും മാത്രം ലഭിക്കുന്നു. ഒപ്പം ഇതിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അയഡിനാണ്. അയഡിൻ എന്ന ധാതു എന്ന മൂലകം കുറയുമ്പോഴാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം, ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം താറുമാറാകുന്നത്. ഇത് കിഴങ്ങ് വർഗ്ഗങ്ങളിലും കടൽ വിഭവങ്ങളിലും അകത്തിച്ചീരയിലും അയഡിൻ ചേർത്ത ഉപ്പിലും അയഡിനുണ്ട്. ഈ ധാതു കുറഞ്ഞാൽ നിങ്ങൾ തൈറോയിഡ് ഫങ്ഷൻ താറുമാറായി, നിങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് പോവുകയായി. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ധാതുവാണ് സെലീനിയം. ഈ ധാതു കുറയുമ്പോൾ, തവിട് കളയാത്ത ധാന്യങ്ങളിൽ കിട്ടുന്ന ഈ ധാതു കുറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ തൈറോയിഡ് പ്രശ്നത്തിലേക്കും മസ്കുലാർ ഡിസ്ട്രോഫിയിലേക്കും എന്ന അപകടത്തിലേക്കും നയിക്കപ്പെടുന്നു. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മൂലകാരണങ്ങൾ ഒന്ന് സെലീനിയത്തിൻ്റെ കുറവാണ്. അമിതവണ്ണത്തിൻ്റെ മൂലകാരണങ്ങൾ IGF എന്ന ഹോർമോൺ അമിതമുണ്ടാകുന്നതിൻ്റെ കാരണം ഈ സെലീനിയം എന്ന ധാതുവിൻ്റെ കുറവാണ്. അതുകൊണ്ട് സെലീനിയം അത്ര പ്രധാനമാണ് ഹൈപ്പോതൈറോയിഡ് ചികിത്സയിൽ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാതു അല്ലെങ്കിൽ ഒരു പോഷണം എന്ന് പറയാം, ടൈറോസൈൻ. ഇത് ഒരു അമിനോ നൈട്രിക് ഓക്സൈഡാണ്. പ്രോട്ടീൻ കുറയുമ്പോൾ ഈ അമിനോ നൈട്രിക് ഓക്സൈഡ് എന്ന ടൈറോസിൻ ശരീരത്തിൽ കുറയുന്നു. അമിത പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് പോലുള്ള ഭക്ഷണം ധാരാളം കഴിക്കുകയാണ് പോംവഴി. അടുത്ത പ്രധാനപ്പെട്ട കുറവ് സിങ്ക് എന്ന ധാതു തൈറോയിഡ് രോഗികളിൽ അപകടകരമായി കുറയുന്നത് കൊണ്ട് 400-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. മത്തൻ്റെ വിത്തിലും, പപ്പായ വിത്തിലും, കക്കായ ഇറച്ചിയിലും, ഞണ്ടിലും, ചെമ്മീനിലും ഇതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് omega-3 മീനെണ്ണ, DHA, EPA എന്ന് പറയുന്നത്